ഇടുക്കി ചക്രമുടിയിലെ കയ്യേറ്റത്തെക്കുറിച്ചുള്ള വാർത്ത. സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി ആ വിഷയത്തിൽ സ്വീകരിക്കുകയും അതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു. ഒടുവിൽ 13.76 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, 4 പട്ടയങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ഈ കയ്യേറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനും ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ജോസിൽ ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ജോസിലാണ് ആദ്യമായിട്ട് ഈ വാർത്ത പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് അവതരിപ്പിച്ചത്. ജോസിൽ, ഗുഡ് മോർണിംഗ്. അത് ജോസിലാണ് ആദ്യമായിട്ട് ഈ വാർത്ത പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ 13.25 ഏക്കർ ഭൂമിയാണ് സർക്കാരിലേക്ക് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. മനു, ഗുഡ് മോർണിംഗ്. നമ്മൾ കൈരളി ന്യൂസാണ് ആദ്യമായി ചക്രമുടിയിലെ കയ്യേറ്റം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. റെഡ് സോണിൽപ്പെട്ട വളരെ ഗുരുതരമായ പ്രകൃതിക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖല, റെഡ് സോണിൽപ്പെട്ട മേഖലയാണ്. അതുമാത്രമല്ല, അതിൻ്റെ 200 മീറ്റർ അകലെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖല. അവിടെയാണ് ഒരുപാട് ദൂരം റോഡ് നിർമ്മിച്ച് കല്ലിടിച്ച് മണ്ണിടിച്ച് നിരത്തി വലിയ കയ്യേറ്റം, അതുപോലെ തന്നെ നീലക്കുറിഞ്ഞി അടക്കം പൂക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിലാണ്. അതുപോലെ തന്നെ വളരെ ഉയരം കൂടിയ ഒരു കൊടുമുടിയാണ്, ഒരു മലനിരയാണ് ഈ ചക്രമുടി മലനിര എന്ന് പറയുന്നത്. അതാണ് ഇടിച്ചു നിരത്തി കയ്യേറ്റം നടത്തുന്നത്. അത് ആദ്യം വാർത്ത ചെയ്യുന്നത് നമ്മളാണ്. ആദ്യം പ്രതികരണം നടത്തുന്നത് അവിടുത്തെ ആ പ്രദേശത്തെ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ തന്നെ മഹിളാ അസോസിയേഷൻ നേതാവുമായ ശൈലജ സുരേന്ദ്രൻ്റെ ബൈറ്റ് എടുത്താണ് അത്തരത്തിലൊരു വാർത്ത നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിന് തുടർന്ന് കൈരളി ന്യൂസ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്ന് മറ്റു മാധ്യമങ്ങളും ഇത് വളരെ ക്രിയാത്മകമായിട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. കർഷക സംഘത്തിൻ്റെ നേതാക്കളും CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ആ പ്രദേശത്ത് സന്ദർശനം നടത്തി. തുടർന്ന് നിയമസഭയിലടക്കം ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. മന്ത്രി രാജൻ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. ആ സമയത്തു തന്നെ അവിടെ നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ നൽകി. അതിനുശേഷം ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. സർവേയർ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ അവിടെ വീട് നിർമ്മാണത്തിന് NOC കൊടുത്ത ഉദ്യോഗസ്ഥർ, അങ്ങനെ അടക്കമുള്ള ആളുകൾക്കെല്ലാം നടപടി വരുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത ഘട്ടം എന്ന നിലയിൽ അവിടെ നിർമ്മിച്ചിരിക്കുന്ന പട്ടയങ്ങൾ പൂർണ്ണമായി റദ്ദ് ചെയ്തുകൊണ്ട് മന്ത്രിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ വ്യാജരേഖ നിർമ്മിച്ച ആളുകൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുവാനും തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും കൃത്യമായി ഇത്തരത്തിലൊരു കയ്യേറ്റ വാർത്ത, സർക്കാരിൻ്റെ ഭൂമി കയ്യേറി, ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി, അതും അതീവ പരിസ്ഥിതി ലോലമായ പ്രദേശം, റെഡ് സോണിൽപ്പെട്ട മേഖലയിൽ ഇത്തരത്തിലൊരു കയ്യേറ്റം നടന്നത് കൈരളി ന്യൂസ് പുറത്തു വന്നു. അതിനേതായാലും കൃത്യമായ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. മനു, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായാലും ആ നടപടി സ്വീകരിച്ചു, അവിടുത്തെ കയ്യേറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല ജോസിൽ, 13.25 ഏക്കർ ഭൂമിയാണ് സർക്കാരിലേക്ക് തിരികെ പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതൊരു ചെറിയ അളവല്ല. നമ്മുടെ അതായത് നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഭൂമിയാണ് ഈ കയ്യേറ്റക്കാർ എടുത്തുകൊണ്ട് പോയത്, അല്ലെങ്കിൽ അടിച്ചുമാറ്റിയത്. തീർച്ചയായിട്ടും മനു, അത്തരത്തിൽ വളരെ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെയേറെ ടൂറിസം സാധ്യതകളുള്ള നീലക്കുറിഞ്ഞി പൂക്കുന്ന പ്രദേശമാണ് ഈ ചക്രമുടി എന്ന് പറയുന്നത്. അവിടെ വളരെ പരിസ്ഥിതി ലോലമാണെങ്കിൽ പോലും വളരെ മനോഹാരിത നിറഞ്ഞാൽ ആ മനോഹാരിതയെല്ലാം തകർത്തുകൊണ്ടാണ് അവിടെ ഒരു കുളമടക്കം നിർമ്മിക്കാനുള്ള ശ്രമമടക്കം നടത്തിയത്. അതുപോലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളൊരു പ്രദേശമാണ്. അതിൻ്റെ താഴെ ധാരാളം ആദിവാസി കുടുംബങ്ങളടക്കം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ താമസിക്കുന്ന കോളനി അടക്കം അതിൻ്റെ താഴ്ഭാഗത്തുണ്ട്. അവരുടെ എല്ലാം ഭീഷണിയാകുന്ന തരത്തിലാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചു നിരത്തി റോഡുകൾ, കിലോമീറ്ററുകളോളം റോഡ് നിർമ്മിച്ച് ഇത്തരത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ ആരംഭിച്ചത്. അതാണ് നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനും കൃത്യമായ നടപടി ഉണ്ടാക്കുവാനും സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മനു, ശരി, ഏതായാലും അത് ആ നടപടിയെടുക്കാൻ കാരണം കൈരളി ന്യൂസ് കൂടിയാണ് എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളാണ് ആ വാർത്ത പ്രേക്ഷകരുടെ മുൻപിലേക്ക്, പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ആദ്യം ചർച്ചയാക്കിയത്. ജോസിലാണ് അന്ന് ഇടുക്കിയിൽ നിന്ന് ആ വാർത്ത നൽകിയത്. ഏതായാലും സർക്കാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നു, വലിയ പരിശോധനകൾ നടത്തുന്നു. ഒടുവിൽ 4 പട്ടയങ്ങൾ റദ്ദാക്കുകയും 13.25 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു പിടിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഏറെ സന്തോഷം നൽകുന്നതാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഭൂമിയാണ്, കേരളത്തിൻ്റെ സ്വന്തം ഭൂമിയാണ് ചിലർ അടിച്ചു മാറ്റാൻ ശ്രമിച്ചത്. അതാണിപ്പോൾ തിരികെ പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്.